ദ ഗോട്ടിന്റെ 6 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു. സംഭവിക്കുന്നത് അദ്ഭുതം. ആഗോള കളക്ഷൻ മാന്ത്രിക സംഖ്യ മറികടന്നു. വിജയ് നായകനായി എത്താനിരിക്കുന്ന ചിത്രം ദ ഗോട്ട് വൻ പ്രതീക്ഷയുള്ള ഒന്നാണ്. ദ ഗോട്ടിന്റേതായി 6 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് എന്നാണ് ബുക്ക് മൈ ഷോയിലെ കണക്കുകൾ. ദ ഗോട്ട് ആഗോളതലത്തിൽ 50 കോടിയിലധികം മുൻകൂറായി നേടിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ദ ഗോട്ട് ആകെ നേടുന്ന കളക്ഷൻ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാകും എന്നാണ് നിലവിലെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗാന്ധി എന്നായിരുന്നു വിജയ് ചിത്രത്തിന് ആദ്യം പേര് ആലോചിച്ചിരുന്നത് എന്ന് നേരത്തെ സംവിധായകൻ വെങ്കട് പ്രഭു വെളിപ്പെടുത്തിയിരുന്നു. എക്കാലത്തെയും മഹാൻ എന്ന അർത്ഥത്തിലായിരുന്നുവെന്ന് സംവിധായകൻ വെങ്കട് പ്രഭു വെളിപ്പെടുത്തിയത് ശ്രദ്ധയാകർഷിച്ചിരുന്നു. വിജയ് സാറിന് ഒരു വിടവാങ്ങലായാണ് ചിത്രം ചെയ്യുന്നത്. അതിനാൽ ഗാന്ധിജിയെയും സൂചിപ്പിക്കുന്ന തരത്തിൽ ദ ഗോട്ട് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നുവെന്ന് സംവിധായകൻ വെങ്കട് പ്രഭു വ്യക്തമാക്കി. ദ ഗോട്ട് വിജയ്ക്ക് ചേരുന്നതാണെന്ന് സിനിമയുടെ ആരാധകരും അഭിപ്രായപ്പെടുന്നു. സംവിധായകൻ വെങ്കട് പ്രഭുവിന്റെ പുതിയ ചിത്രത്തിനായി ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദളപതി വിജയെ ചെറുപ്പമാക്കുക എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥ ആണ്. കെ ചന്ദ്രുവും ഏഴിലർഷ് ഗുണശേഖരനുമാണ് തിരക്കഥ എഴുതുന്നത്. ദളപതി വിജയ് നായകനായ ചിത്രങ്ങളിൽ ഒടുവിൽ ലിയോയാണെത്തിയത്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്ക് പുറത്തെ വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആഗോളതലത്തിൽ വിജയ്യുടെ ലിയോ ആകെ 620 കോടി രൂപയിലധികം നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായത്. പാർത്ഥിപൻ എന്ന നായകഥാപാത്രമായി ചിത്രത്തിൽ ദളപതി വിജയ് നടൻ എന്ന നിലയിലും മികച്ച പ്രകടനവുമായി വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു.